നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. ചടങ്ങുകൾക്ക് ക്ഷേത്രങ്ങളിലും കടവുകളിലും തിരക്ക്. വരാക്കര കപ്പേളയ്ക്കു സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് വരാക്കര സ്വദേശിക്ക്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും 2 വനം വാച്ചർമാർക്കും പരിക്കേറ്റു. ദേശീയപാത നെല്ലായിയിൽ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ദുരിതമായി. പരാതിയുമായി പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. കർക്കടകവാവ് ദിനത്തിൽ പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. തൃശൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണം നടത്തി. പുലർച്ചെ 4 മുതൽ വിവിധയിടങ്ങളിൽ പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്താനെത്തിയത്. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം, പാമ്പാടി ഐവർമഠം, ഭാരതപ്പുഴയോരം, ആറാട്ടുപുഴ മന്ദാരംകടവ്, കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം, പുഴയ്ക്കൽ ശ്രീ ശാസ്താ ക്ഷേത്രം, പാറമേക്കാവ് ശാന്തിഘട്ട് എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയത്. മഴ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പോലീസും അഗ്നിരക്ഷാസേനയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. പൂർവിക സ്മരണയിൽ ആറാട്ടുപുഴ മന്ദാരം കടവിൽ കർക്കിടകവാവ് ബലി ചടങ്ങുകൾ നടത്തി. ബുധനാഴ്ച പുലർച്ചെ മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് മന്ദാരം കടവിലേക്ക് ഒഴുകിയെത്തിയത്. വേദമന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായ മന്ദാരം കടവിൽ കാർമ്മികരായ സന്തോഷ് ഇളയത്, മാപ്രാണം സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് പിതൃപുണ്യം തേടി ഇവിടെയെത്തിയത്. ഭക്തജനങ്ങൾക്ക് തടസ്സമില്ലാതെ ബലിതർപ്പണം നടത്തുന്നതിനായി സംഘാടകർ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. കടവിലെ ആൽമരച്ചുവട്ടിൽ ഗണപതി ഹോമവും കൂവളപ്പറയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും സേവനവും സുരക്ഷയ്ക്കായി കടവിൽ ഏർപ്പെടുത്തിയിരുന്നു. പ്ലാസ്റ്റിക് രഹിതമായി ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കർക്കടകവാവിനോടനുബന്ധിച്ച് മണലി രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിരവധി പേർ ബലിതർപ്പണം നടത്തി. ജയൻ ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പുലർച്ചെ മുതൽ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു. പ്രസിഡന്റ് ഹരികൃഷ്ണൻ ബിഷാരടി, സെക്രട്ടറി സുനിൽ മാപ്രാണത്ത്, കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കടകവാവിന്റെ ഭാഗമായി പിതൃബലിതർപ്പണം നടന്നു. ക്ഷേത്രം ആറാട്ടുകടവിൽ നടന്ന തർപ്പണ ചടങ്ങുകൾക്ക് നന്ദിക്കര നടുവത്തുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് ആളുകൾ പിതൃബലി തർപ്പണം നടത്തി. ക്ഷേത്രത്തിനകത്ത് അഴകത്തുമനയ്ക്കൽ ഹരി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാതിലഹോമവും നടന്നു. കർക്കടകവാവ് ദിനത്തിൽ മറവാഞ്ചേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി സുരേഷ് ശാന്തി കാർമ്മികത്വം വഹിച്ചു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ വരാക്കര കപ്പേളയ്ക്ക് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം. വരാക്കര കപ്പേളയ്ക്ക് സമീപം മാപ്രാണത്തുകാരൻ വീട്ടിൽ 65 വയസ്സുള്ള MR ജോൺസൺ ആണ് പരിക്കേറ്റത്. ജോൺസന്റെ വീടിന് മുന്നിൽ തന്നെയാണ് അപകടം നടന്നത്. ആമ്പല്ലൂർ ഭാഗത്തു നിന്നും വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോയിരുന്ന കാറുമായാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ജോൺസനെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് സിഗ്നലിൽ KSRTC ബസിന് പിറകിൽ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. ചൊവ്വാഴ്ച രാത്രി 11ഓടെയാണ് സംഭവം. KSRTC ബസിന് മുൻപിൽ പോയിരുന്ന കാർ സിഗ്നലിന് മുൻപിൽ അപ്രതീക്ഷിതമായി ബ്രേക്ക് ഇട്ടതോടെ പുറകിൽ വന്നിരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. അപകടത്തിൽ 2 ബസ്സുകളുടെയും ചില്ലുകൾ തകർന്നു. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും 2 വനം വാച്ചർമാർക്കും പരിക്കേറ്റു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി പട്രോളിംഗിനിടെ ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് ആന ഇവരെ ആക്രമിക്കാൻ ഓടിച്ചത്. പുഴ കടന്നു വന്ന ആനയെ തിരികെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആന തിരികെ പോകാതെ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടം അവസാനിക്കുന്ന തുമ്പൂർമുഴി ഭാഗത്ത് സൗരോർജ്ജ വൈദ്യുതി വേലി തകർത്ത് റോഡിലൂടെ ഇവരെ ഓടിച്ചു.
ഇവർ റോഡിന്റെ താഴേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇവരുടെ തൊട്ടടുത്ത് വരെ ആനയെത്തി. വനപാലകരുടെ ജീപ്പും ആന ആക്രമിക്കാൻ ശ്രമിച്ചു. പരിക്കേറ്റ വനപാലകരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത നെല്ലായിയിൽ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് പ്രദേശവാസികളുടെ ജീവിതം ദുരിതമാക്കി. ചെറുമഴയിൽ പോലും സർവീസ് റോഡ് പുഴയ്ക്ക് സമാനമായി മാറുമെന്ന് നാട്ടുകാർ. കനത്ത മഴയിൽ ദേശീയപാത നെല്ലായിയിൽ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ. സർവീസ് റോഡിലെ കാനകൾ അടഞ്ഞ ഇടങ്ങളിൽ വെള്ളം കടത്തിവിടാൻ സൗകര്യമൊരുക്കാത്തതാണ് പ്രതിസന്ധിയാവുന്നത്. റോഡരികിലെ ഓവുചാലുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും ഇതിലൂടെ കടന്നു പോകാനാകുന്നില്ല. സർവീസ് റോഡിനോട് ചേർന്ന് അശാസ്ത്രീയമായാണ് ഡ്രൈനേജും കൾവർട്ടും നിർമ്മിച്ചതെന്ന് പരാതിയുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നതും പതിവാണ്. റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ വെള്ളക്കെട്ട് കുറെ കാലമായിട്ടുള്ളതാണ്. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ മണ്ണ് മുഴുവൻ മെഴുകി റോഡിന്റെ പൊക്കത്തേക്ക് ഇടും. അടുത്ത മഴ പെയ്യുമ്പോൾ അത് വീണ്ടും അതിലേക്ക് തന്നെ വരും. അത് കാരണം കൊണ്ട് കുറെ കാലമായിട്ടുള്ള ഇടപാടത്. ഇവരോട് കുറെ തവണ കംപ്ലൈന്റ് ചെയ്തിട്ടും ഇതുവരെ ഇതിനൊരു ആക്ഷനും ഉണ്ടായിട്ടില്ല. അവർ 800 ആൾക്കാരാണെന്ന് ഇവിടെ വീഴണേ. ബസ് ഇറങ്ങിയിട്ടായാലും ഈ കാനയിലേക്ക് വീണ ആൾക്കാരുകൾ. കാനയുടെ സൈഡിൽ വെള്ളം കെട്ടിയിട്ട് കാന മുഴുവൻ ബ്ലോക്കാ. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ പുഴ പോലെയാ പിന്നെ വെള്ളം. പിന്നെ അതിന്റെ സൈഡിൽ മുഴുവൻ അടഞ്ഞെടുക്കുക. അടഞ്ഞെടുക്കുന്നതിന്റെ പേരിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം പോലെയാണ് ഇവിടെ. യാത്രക്കാർക്കല്ല, വണ്ടിക്കാർ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പുറത്തെ സൈഡിലുള്ള വണ്ടിക്കാർക്ക് പോകാൻ പറ്റില്ല. അത്രയും വെള്ളം നടിക്കും ഇവിടെ. അവര് പറഞ്ഞത് മണ്ണ് തള്ളി വരുന്നുണ്ട്, തള്ളി കളയും എന്നെങ്കിലും പറഞ്ഞു. അതൊന്നും ഉണ്ടായിട്ടില്ല. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികളാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സർവീസ് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. വെള്ളക്കെട്ട് ദുരിതത്തിൽ സഹികെട്ട പ്രദേശവാസികൾ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്ന് വാർഡ് മെമ്പർ KS ജോൺസൺ പറഞ്ഞു. നെല്ലായി ആനന്ദപുരം റോഡ് മുതൽ പള്ളി വരെയുള്ള സർവീസ് റോഡിൽ വെള്ളക്കെട്ട് ഒരു മഴ പെയ്താൽ പിന്നെ പുഴ പോലെയാണ് ഈ ഭാഗം. അപ്പോൾ പല പ്രാവശ്യം ദേശീയപാത അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞിട്ടും ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അവസാനം പഞ്ചായത്ത് ഭരണസമിതി റെസൊല്യൂഷൻ എടുത്ത് കഴിഞ്ഞ മാസം ഹൈവേ അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അവിടെ നേരിട്ട് പോയി പറഞ്ഞിട്ടുണ്ട്. ഇത് പരിഹരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണമെന്നാണ് ആവശ്യം. പ്രധാന പാതയോട് ചേർന്നാണ് ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ ചെളിയും വെള്ളവും കൂടിക്കുടഞ്ഞ് റോഡിന്റെ പകുതിയോളം ഭാഗം ചെളിക്കെട്ടാകും. റോഡിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം അടിയന്തരമായി ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ദേശീയപാത നെല്ലായിയിലുള്ള സർവീസ് റോഡിന്റെ പരിതാപകരമായ ഒരു അവസ്ഥയാണിത്. ഒറ്റ മഴയിൽ തന്നെ ചെളിക്കുളമായി മാറുന്ന ഒരു റോഡായി മാറിയിരിക്കുകയാണ് നെല്ലായിയിലെ ഈ സർവീസ് റോഡ്. ഡ്രൈനേജ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതിനാൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കാനകളിലേക്ക് പോകാത്തതാണ് ഇതിന് കാരണമായി യാത്രക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. പലതവണ ദേശീയപാത അതോറിറ്റിയെ ഇക്കാര്യം അറിയിച്ചെങ്കിലും യാതൊരു നടപടി ഉണ്ടായില്ലെന്നാണ് വാർഡംഗം അടക്കം പറയുന്നത്. ഏതായാലും ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഒല്ലൂർ മാധ്യമ പ്രവർത്തക കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്ന ദേശാഭിമാനി ലേഖകൻ ബാബു മലയിലിൻ്റെയും മംഗളം ലേഖകൻ ഗോപാലിൻ്റെയും നിര്യാണത്തിൽ അനുശോചിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. K. രാജൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ബാബു മലയിലിനെ CA പ്രേമചന്ദ്രനും ഗോപാലിനെ AA ജോസും അനുസ്മരിച്ചു. കൗൺസിലർ പോളി ജോസ്, DCC സെക്രട്ടറി ജെജു സെബാസ്റ്റ്യൻ, CPIയിലെ KS സന്തോഷ്, കേരള കോൺഗ്രസ് M പ്രതിനിധി ജെറീഷ് പെരിഞ്ചേരി, BJP പ്രതിനിധി ഫെബിൻ K. ഫ്രാൻസിസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുനീഷ് ജോൺസൺ, ഒല്ലൂർ ആക്സ് പ്രതിനിധി ഷാജി റാഫേൽ തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും വരുത്തിയിട്ടുള്ള വലിയ നഷ്ടത്തിനോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ സ്മരണകൾ നിലനിർത്താൻ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി. മറ്റൊരു കലാകാരനാണ് സത്യം പറഞ്ഞത്. നാടൻപാട്ടും കൊമ്പുവിളിയിലും അസാമാന്യ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ബാബു. അതേപോലെ തന്നെ നാടക സംവിധാനം, നാടകാഭിനയം, ഇതൊക്കെ
ബാബുവിന്റെ ഭാഗമാണ്. പലപ്പോഴും ഗോപാൽജിയുടെ ഉള്ളിലുള്ള കഴിവുകൾ പലപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വിശ്വസാധ്യതയെക്കുറിച്ചും പ്രത്യേകിച്ച് കാസറ്റിനെ കുറിച്ചൊക്കെ വളരെ അവബോധമുള്ളൊരു വ്യക്തിയായിരുന്നു. കൂടുതൽ സാംസ്കാരിക രംഗമായിട്ട് ശിഥിലമായി കിടന്നിരുന്ന ലൈബ്രറി പുനർജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാംസ്കാരിക രംഗത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലൻ ഞാനുമായൊരു 40 വർഷക്കാലത്തെ ഒരു പരിചയം ഉള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് ഗോപാലനൊക്കെ ആദ്യമായി താമസിക്കാനോട് എത്തിയത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാക്കേടണം, അതുപോലെ തന്നെ അമ്മ കുഞ്ഞമ്മയും പിന്നെ അനുജൻ പാർത്തൻ, ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ചു നടന്നിരുന്ന ആളുകളാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഗോപാലേട്ടൻ, ഞങ്ങൾ ഗോപാലേട്ടൻ എന്ന് വിളിക്കാറ്, അദ്ദേഹം കെൽട്രോണിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കെൽട്രോണിലെ നമ്മുടെ കുളങ്ങത്താവ് കെൽട്രോണിൽ അദ്ദേഹം സ്റ്റാഫായിരുന്നു. കെൽട്രോണിന്റെ കുറച്ച് കാലങ്ങളിലായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിനിടയിൽ വളരെ ആഴമായി ഗോപാൽജി ബാബുജിയായിട്ട് ഇടപഴകേണ്ട സാഹചര്യം ഉണ്ടായി. ലൈബ്രറിയുടെ കാര്യത്തിലൂടെയാണ് വല്ലൂരില് സജീവമായിട്ട് ഗോപാൽജിയായിട്ട് ഞങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ തുടങ്ങി വെച്ചത്. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ ഗമ ടീച്ചറോട് ഇരിക്കുന്നു, മലയാളത്തിന്റെ പഴയ ഗാനങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ഗോപാൽജി വന്നിരിക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ ഇരിക്കലേ പെട്ടെന്ന് ഒരു വേർപാടിൽ നമ്മളിപ്പോ എല്ലാവരും സാക്ഷിയായിരിക്കുകയാണ്. ഗോപാൽജി ഒല്ലൂരിൽ വരുമായിരുന്നു. അസുഖബാധിതനാവുന്നതിന് മുൻപ് ദിവസവും ഞങ്ങൾ ദുർഗ ഹോട്ടലിൽ കണ്ടുമുട്ടും, വൈകിട്ടുണ്ടാകും. അതുപോലെ ഈ മരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു 2 ദിവസം മുൻപ് വരെ ദുർഗ ഹോട്ടലിൽ വന്നിരുന്നു. മരിച്ചത് ഉച്ചയ്ക്ക് അവിടെ ഇരിക്കുമ്പോഴാണ് ദുർഗ ഹോട്ടലിൻ്റെ ഉടമ സുനിൽ പറഞ്ഞത് ഗോപാൽജി നമ്മളെ വിട്ടുപിരിഞ്ഞു. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. കാരണം 2 ദിവസം മുൻപ് കണ്ട ആളെ പെട്ടെന്ന് അങ്ങനെ വിട്ടുപിരിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും രണ്ടുപേരുടെയും നിര്യാണം നമ്മളെ ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രസ് ക്ലബ്ബ് നേരത്തെ ചന്ദനം പറഞ്ഞതുപോലെ കുറച്ചു കാലമായി ഒല്ലൂരിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഗോപാൽജി. അവരുടെ ഒരു വർക്കിന്റെ ഭാഗമാവാനായിട്ട് എനിക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർന്ന് ഇടയ്ക്ക് ഈ പ്രസ് ക്ലബിലെ വ്യക്തികളായിട്ട് വളരെയധികം സൗഹൃദത്തിൽ ആണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ ബാബു മലയിലായിക്കോട്ടെ, പ്രേംജി ആയിക്കോട്ടെ, ഇവരൊക്കെ എനിക്ക് അവരെ അവിടെ വെച്ച് കാണുവാനും അവരെ സൗഹൃദം പുലർത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. വന്നിരുന്നവരെല്ലാം വളരെ ദുഃഖത്തോടെ അവരെ കുറിച്ച് വിവരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവരവരുടെ രംഗത്ത് വളരെയധികം കഴിവ് തെളിയിച്ചവരും അവരവര് വളരെ കഴിവുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. ബാബുചേട്ടനും ഗോപാൽജിയും വ്യക്തിപരമായിട്ട് തന്നെ അറിഞ്ഞില്ലെങ്കിലും നമ്മളൊരു സിനിമ സ്റ്റാർ ആണെങ്കിൽ നമ്മളെല്ലാവരും അറിയുന്നതായിരിക്കും. പക്ഷെ തൂലികയോട് എത്തുന്ന ഒരു സാരാംശം ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു രീതിയിൽ ആ വ്യക്തികൾക്ക് അപരപാളികളിലോ മറ്റുള്ള നിറഞ്ഞ സദസ്സിലോ കണ്ട് തിരിച്ചറിയാൻ മാത്രം നിലപാടുകളില്ല. പക്ഷെ അവരുടെ വിചാരങ്ങൾ ഒരു നാടിൻ്റെ സ്പന്ദനം വായനക്കാരിൽ എത്തിക്കുന്നതിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് പ്രവർത്തകരെ നഷ്ടമായ വേദനയിലാണ് നമ്മളെല്ലാവരും. രണ്ടുപേർക്കും അവരുടെ കുടുംബത്തിനും നമ്മുടെ പ്രസ് ക്ലബിനും എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു. അതിലൊരു വിധാനം, ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒത്തൊരുമിച്ച് ഇവിടുത്തെ പ്രസ് ക്ലബ് ഒരു കുടുംബം പോലെ നിന്നിട്ടാണ് ഇങ്ങനെ ഒരു നമ്മളന്ന് സാധിപ്പിച്ചെടുത്ത് ഇങ്ങനെ ഒരു റൂം കോർപ്പറേഷൻ നമ്മൾ അനുവദിച്ചെടുത്തു. പ്രത്യേകിച്ച് നമ്മളുമായിട്ട് അത്രയും അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാവും. ഇവിടെ എനിക്ക് മുമ്പൊക്കെ സംസാരിച്ചവരൊക്കെ കാര്യങ്ങൾ തന്നെയാണ് ഇവരെ വിവരിച്ചത്. മരണത്തോട് അനുബന്ധിച്ചത് ചിലപ്പോൾ നമ്മുടെ കൂടെ ഇടം ഫലമായിട്ട് നടത്തുന്നവരായാലും അവർക്കറിയാൻ പറ്റും അവരെന്തായിരുന്നു എങ്കിൽ കൂടിയും പൊതുവായിട്ട് ഇപ്പം ഇതേപോലെയൊക്കെ ഒരു അനുസ്മരണ യോഗങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വിശുദ്ധമായിട്ട് അവരെന്തായിരുന്നു എന്ന് അറിയാനായിട്ട് നമുക്ക് കഴിയും. ഞങ്ങളിന്ന് നഷ്ടങ്ങൾ തന്നെയാണ്. കയറി വന്നപ്പോൾ വല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ട് ആളുകളുടെ മുഖത്തിന്, വാക്കുകൾക്ക്, വായുവും വെളിച്ചവും എല്ലാത്തിനും ഒരു ഭാരമുണ്ട്. ജ്യേഷ്ഠന് തന്നെയാണ് എനിക്കും നഷ്ടപ്പെട്ടുള്ളത്. ഞാൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഗോപാൽജി ആയിരുന്നു സെക്രട്ടറി.
എനിക്ക് തോന്നുന്നു വലിയൊരു പ്രസ് ക്ലബില് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ഗോപാൽജിയുടെ ഒപ്പമാണ്. കാരണം ഞങ്ങള് ഭാര്യകളായിരിക്കെ ഈ പ്രസ് ക്ലബ്ബ് ഇന്ന് കാണുന്ന രീതിയിൽ നേരത്തെ ജയിച്ച് പറഞ്ഞ പോലെ നിർമ്മിച്ചെടുത്ത് ഞങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു. 30ഓളം സ്കൂളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു സ്പെല്ലിംഗ് ബി മത്സരം പ്രസ് ക്ലബ്ബ് നടത്തിയതൊക്കെ ആ കാലഘട്ടത്തിലെ ഗോപാൽജി എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും ഓർക്കാണ് എനിക്കത് നടത്താൻ പറ്റുമായിരുന്നില്ല. കാരണം സ്വന്തം ഒരു ചേട്ടനെ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എന്നോടൊപ്പം യാത്ര ചെയ്ത് അത്രയധികം യാത്രകൾ ഞങ്ങൾ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയ സഹോദരനായ ബാബുമലി ഗോപാൽജി എന്നിവരുടെ വേർപാടിൽ അവരുടെ അനുസ്മരണ ദിനത്തിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പൊതു സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവർക്കും പ്രസ് ക്ലബിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് ചിന്തകനുമായ MP പരമേശ്വരന്റെ വേർപാടിൽ അനുശോചനം അർപ്പിച്ച് CPM നേതാക്കൾ. കൃത്യമായ സാമൂഹിക അവബോധത്തോടുകൂടി ശാസ്ത്ര സമൂഹത്തെ രൂപപ്പെടുത്താനും അതുവഴി രാഷ്ട്രീയ സമൂഹത്തെ രൂപപ്പെടുത്താനും ഫലപ്രദമായ ഇടപെടൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികനാണ് പരമേശ്വരനെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്നും MV ഗോവിന്ദൻ തൃശ്ശൂരിൽ പറഞ്ഞു. വളരെ പ്രസന്നമായിരുന്നു അന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിലൊക്കെ. അസുഖം ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നതെല്ലാം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ രചനകളൊക്കെ ഇപ്പോഴും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് തന്നെയാണ് സത്യം. അതൊന്നും തള്ളിക്കളയേണ്ട കാര്യമില്ല. ആശയപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ CPM-ഉമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷവും അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സജീവമായിട്ട് നിൽക്കുകയായിരുന്നു ചെയ്തത്. വ്യതിരിക്തമായൊരു നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വളരെ ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് അവസാന നിമിഷം വരെ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെയും ജനകീയ വികസന പ്രസ്ഥാനത്തിന്റെയും സ്ഥാപക നേതാവാണ് അന്തരിച്ച MP പരമേശ്വരനെന്ന് CPM മുതിർന്ന നേതാവ് തോമസ് ഐസക് അനുസ്മരിച്ചു. ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം ജനകീയ വികസന പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് എന്നുള്ളത് കൂടിയാണ്. വികസനത്തിനെ കേവലം സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമായിട്ടല്ല അദ്ദേഹം കണ്ടത്. ജനങ്ങൾക്ക് പങ്കാളികളാവേണ്ട ഒരു സാമൂഹ്യ പ്രക്രിയയായിട്ട്. കാരണം വികസനത്തില് കൂടുതൽ സമ്പത്തുണ്ടായ പോരാ, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അവർക്കും കൂടി ലഭിക്കുന്നതിനൊരു പങ്ക്. അതിന്റെ നടത്തിപ്പിലും തീരുമാനമെടുക്കലും ജനങ്ങൾക്ക് പങ്കാളികളാവുകയാണ്. അങ്ങനെ ജനങ്ങൾ പങ്കെടുക്കുന്നത് അവരുടെ പൗരബോധത്തെ നല്ല മനുഷ്യരാക്കുന്നതിന് സഹായിക്കും ആ കൂട്ടായ്മ എന്നാണ് അദ്ദേഹം കരുതിയത്. കേരളത്തിന്റെ ഒട്ടനവധി പരീക്ഷണങ്ങൾ കേരളത്തിന്റെ നാനാഭാഗത്ത് നടത്തുകയും അതിൻ്റെ എല്ലാം ഏറ്റവും ഉയർന്ന തലമായിട്ടുള്ള ഒരു ജനകീയ ആസൂത്രണത്തിലൂടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ലഭ്യമല്ലാത്ത പ്രാദേശിക അധികാര ഇടം സ്ഥാപിച്ചെടുക്കുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തു. കലൂർ കിഴക്കേ സെന്റ് റാഫേൽസ് പള്ളിയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സെന്റ് റാഫേൽസ് UP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9495980545, അടുത്ത നമ്പർ 9809965688. മടവാക്കര മേരി മാതാ കപ്പേളയിൽ വിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളിന് ഫാദർ ഷാജു ഊക്കൻ കൊടിയേറ്റി. ഓഗസ്റ്റ് 15-നാണ് തിരുനാൾ ആഘോഷം. തിരുനാൾ ദിനത്തിൽ വൈകിട്ട് 4:30 ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിജു പാണങ്ങാടൻ നേതൃത്വം നൽകും. തുടർന്ന് പ്രദക്ഷിണം, ലതീഞ്ഞ്, നൊവേന, നേർച്ച പായസ വിതരണം, വർണ്ണമഴ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 14, 15 തീയതികളിലായി ആഘോഷിക്കും.
14-ന് രാവിലെ 6:30 ആഘോഷമായി വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, പള്ളിചുറ്റി പ്രദക്ഷിണം, രൂപമെഴുന്നള്ളിച്ചു വയ്ക്കൽ ചടങ്ങുകൾ നടക്കും. 15-ന് ഊട്ടുതിരുനാൾ ദിനത്തിൽ രാവിലെ 6-ന് വിശുദ്ധ കുർബാന, നൊവേന, ഊട്ടാശീർവാദം എന്നിവ നടക്കും. രാവിലെ 10:30-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് കാർമ്മികനാകും. ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകും. രാവിലെ 8, ഉച്ചയ്ക്ക് 1, ഉച്ചതിരിഞ്ഞ് 3, വൈകിട്ട് 4 സമയങ്ങളിലും തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശിനി കൊള്ളിപ്പറമ്പിൽ വീട്ടിൽ സുജാത, പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ താമസിക്കുന്ന പാപ്പിനിവട്ടം സ്വദേശിനി നടവരമ്പത്ത് വീട്ടിൽ റോജ എന്നിവരാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഓഗസ്റ്റ് 6-ന് ഉച്ചയ്ക്ക് 1:20-ഓടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മണലൂർ പുത്തൻകുളം സ്വദേശി വല്ലത്തുപറമ്പിൽ വീട്ടിൽ സ്വർണ്ണലതയാണ് തട്ടിപ്പിന് ഇരയായത്. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന പരാതിക്കാരിയുടെ വീട്ടിലെത്തിയ പ്രതികൾ വീടിരിക്കുന്ന സ്ഥലത്തിന് സർപ്പദോഷമുണ്ടെന്നും 2 ദിവസത്തിനകം ആവലാതിക്കാരിയുടെ 2ാമത്തെ മകൻ പാമ്പ് കടിയേറ്റ് മരിക്കുമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തുകയായിരുന്നു. സർപ്പകോപം തീർക്കാനായി സ്വർണം കൊണ്ട് നാഗത്തിന്റെ മുട്ടയും ശിലയും തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ച് പരാതിക്കാരി തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും മൂത്ത മരുമകളുടെ മാലയും ഉൾപ്പെടെയുള്ള 6.5 പവനോളം സ്വർണവും 6,500 രൂപയും വഴിപാടിനായി പ്രതികൾക്ക് കൈമാറി. പ്രതികൾ വീട്ടിൽ നിന്നും പോയതിനു ശേഷമാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി ഇവർക്ക് മനസ്സിലായത്. തുടർന്ന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. മോഷണം മുതലായ 48 ഗ്രാം സ്വർണം പ്രതികൾ വിൽപ്പന നടത്തിയ ചന്ദ്രാപിന്നിയിലെ ജ്വല്ലറിയിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO കേഴ്സൺ, SI-മാരായ ഹാഷിഷ്, റിജി, ഋഷിപ്രസാദ്, CPO-മാരായ രേഷ്മ, കിരൺ, ശ്രീജിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ FTM-ന്റെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ആഗസ്റ്റ് 17-ന് തിങ്കളാഴ്ച രാവിലെ 10:30-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർവ്യൂവിന് എത്തിച്ചേരേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,195 രൂപ, പവന് 1,13,560 രൂപ. വെണ്ടൂർ അറക്കപ്പാടൻ പോൾ ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗ്രേസി, ഗ്ലാറ്റോ എന്നിവർ മക്കളും ബാസ്റ്റിൻ, ജസ്മി എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര മുത്തർത്തിക്കര കിഴുപ്പുള്ളി വിനോദ് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സജ്ജനയാണ് ഭാര്യ. മക്കൾ ആരതി, ആശീർദേവ്. പുതുക്കാട് കോയമ്പത്തൂർ CMC ജയറാണി പ്രൊവിൻസ് അംഗം സിസ്റ്റർ വെസ്റ്റീന അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരേതരായ പുതുക്കാട് കുളങ്ങര പുളിക്കൽ ഔസേപ്പിന്റെയും വരാപ്പുഴ വിധേയത്തിൽ മറിയാമ്മയുടെയും മകളാണ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. ചടങ്ങുകൾക്ക് ക്ഷേത്രങ്ങളിലും കടവുകളിലും തിരക്ക്. വരാക്കര കപ്പേളയ്ക്കു സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് വരാക്കര സ്വദേശിക്ക്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും 2 വനം വാച്ചർമാർക്കും പരിക്കേറ്റു. ദേശീയപാത നെല്ലായിൽ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ദുരിതമായി. പരാതിയുമായി പ്രദേശവാസികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്.
വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.